അല്ലെങ്കിലും അപ്പീൽ പോകുമല്ലോ. സർക്കാരിന് വേറെ ഒരു ജോലിയില്ല. ഏത് കിട്ടിയാലും ഏതൊക്കെ തരത്തിലും ആരെ ഉപദ്രവിക്കാൻ കഴിയും എന്ന് നോക്കിക്കാണുന്ന ഒരു സർക്കാരാണ് ഉള്ളത്. വകതിരിവില്ലാത്ത അടൂർ പ്രകാശിനെ ചുമക്കുന്ന കോൺഗ്രസ് കേരളത്തിന് നൽകുന്ന സന്ദേശം എന്ത്? എല്ലാവർക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് വീണ്ടും സ്വാഗതം. UDF കൺവീനർ അടൂർ പ്രകാശിന്റെ സത്യസന്ധതയെ നാം അംഗീകരിക്കണം. ആർക്കെന്ത് തോന്നുന്നു എന്ന് വിചാരിച്ച് ഉള്ളിലുള്ളത് മറച്ചു വെക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവല്ല അദ്ദേഹം. ദിലീപിനെ വെറുതെ വിട്ട വിധിക്കെതിരെ അപ്പീൽ പോകാൻ സർക്കാർ തീരുമാനിച്ചത് അദ്ദേഹത്തിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. സർക്കാരിനെതിരെ തന്റെ ഈർഷ്യ മറയില്ലാതെ പ്രകടിപ്പിക്കുന്ന അടൂർ പ്രകാശിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് അദ്ദേഹത്തെ കുറിച്ചാണ്. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നീതി ലഭ്യമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അദ്ദേഹം സർക്കാർ അല്ലെങ്കിൽ അപ്പീൽ പോകുമല്ലോ. സർക്കാരിന് വേറെ ഒരു ജോലിയില്ല. ഏത് കിട്ടിയാലും ഏതൊക്കെ തരത്തിലും ആരെ ഉപദ്രവിക്കാൻ കഴിയും എന്ന് നോക്കിക്കാണുന്ന ഒരു സർക്കാരാണ് ഉള്ളത്. ഇദ്ദേഹവും ഒരു വക്കീലാണ്. അഡ്വക്കേറ്റ് എന്ന തൊങ്ങലും തൂക്കിയാണ് അദ്ദേഹത്തിന്റെ നടപ്പ്. ഈ അടൂർ പ്രകാശ് കേരളത്തിന് നൽകുന്ന സന്ദേശം വ്യക്തമാണ്. UDF മന്ത്രിസഭയാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നതെങ്കിൽ ആ മന്ത്രിസഭയിൽ അദ്ദേഹം ഉണ്ടെങ്കിൽ ദിലീപിനെതിരെ സർക്കാർ അപ്പീൽ പോകില്ല. അതിന് അടൂർ പ്രകാശ് അനുവദിക്കില്ല. ഈ നിലപാട് നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കും പൊതുസമൂഹത്തിനും നൽകുന്ന സന്ദേശം എന്താണ്? അതാണ് കേരളം ഗൗരവമായി ആലോചിക്കേണ്ട വിഷയം. കോടതി വിധി എതിരായാൽ വാദിഭാഗവും പ്രതിഭാഗവും അപ്പീൽ പോകും. അതൊരു സ്വാഭാവിക നടപടിക്രമം മാത്രമാണ്. അപ്പീൽ കൊടുക്കുന്നത് എതിർപക്ഷത്തെ ദ്രോഹിക്കാനാണ് എന്നൊരു അഭിപ്രായം ഇന്നോളം ആരും പറഞ്ഞതായി നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ അഭിഭാഷകനെന്ന് അവകാശപ്പെടുന്ന UDFന്റെ കൺവീനർ അക്കാര്യം പരസ്യമായി പറയുന്നു. അങ്ങനെ പറയുന്നതിൽ ഒരു തെറ്റും അദ്ദേഹം കാണുന്നില്ല. ആ അഭിപ്രായം തുറന്നു പ്രകടിപ്പിക്കാൻ അദ്ദേഹം ആരെയും ഭയക്കുന്നുമില്ല. അതാണ് അദ്ദേഹത്തിന്റെ സത്യസന്ധത. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അതാണ് അദ്ദേഹത്തിന്റെ നിലവാരം. ഈ സത്യസന്ധതയും നിലവാരവും ഇതിനു മുമ്പും അടൂർ പ്രകാശ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തു വന്ന ശബ്ദരേഖ AI സൃഷ്ടിയായിരിക്കാം എന്ന സംശയം ഒരു മടിയുമില്ലാതെ പരസ്യമായി പ്രകടിപ്പിച്ച സത്യസന്ധനാണ് അദ്ദേഹം. അതാണ് പറഞ്ഞത്, ആളുകൾക്ക് എന്ത് തോന്നുമെന്ന് കരുതി സ്വാഭിപ്രായം പറയാതിരിക്കുന്ന രാഷ്ട്രീയ നേതാവല്ല ശ്രീ അടൂർ പ്രകാശ്. ദിലീപിനെതിരെ അപ്പീൽ പോകാനുള്ള സർക്കാർ തീരുമാനത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എങ്ങനെ വിലയിരുത്തി എന്നൊന്നും അടൂർ പ്രകാശിന്റെ പ്രശ്നമല്ല. VD സതീശന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. അല്ല, തീർച്ചയായിട്ടും സർക്കാർ അപ്പീൽ പോകുമല്ലോ. ഈ കേസിൽ അപ്പീൽ പോകുമല്ലോ. നമ്മൾ പറയേണ്ട ആവശ്യമില്ല. സർക്കാർ അപ്പീൽ പോകും. കോടതിക്ക് മുമ്പാകെ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി തീരുമാനമെടുക്കും. അപ്പോൾ പ്രോസിക്യൂഷന് അതിനെ സംബന്ധിച്ച പരാതികൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും പ്രോസിക്യൂഷൻ അപ്പീൽ പോകും. ദിലീപിനെതിരെ പ്രോസിക്യൂഷൻ അപ്പീൽ പോകുന്നത് സ്വാഭാവിക നടപടിക്രമമെന്ന് VD സതീശൻ. എന്നാൽ അപ്പീൽ പോകുന്നത് സർക്കാരിന് വേറെ പണിയില്ലാത്തത് കൊണ്ടാണെന്നും മറ്റുള്ളവരെ ദ്രോഹിക്കാൻ കാരണം നോക്കിയിരിക്കുന്നത് കൊണ്ടാണെന്നും അടൂർ പ്രകാശ്. VD സതീശൻ തുടരുന്നു. അല്ല, അത് പരിശോധിക്കണം. അതിന്റെ ജഡ്ജ്മെന്റ് പുറത്തു വരാതെ നമ്മളെങ്ങനെയാണ് പറയണം? ഇത് വെറുതെ, ഞാനൊരു വക്കീൽ കൂടിയാണ്. ഞാൻ വെറുതെ കയറി കമന്റ് പറയാൻ പറ്റും? സതീശന്റെ നിലപാട് വ്യക്തമാണ്. വക്കീൽ കൂടിയായ പ്രതിപക്ഷ നേതാവിന് വെറുതെ കയറി അങ്ങനെ കമന്റ് പറയാനാവില്ല. ബാക്കി കേൾക്കാം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ശിക്ഷിച്ചത്? ഏത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ ശിക്ഷിച്ചത്? ഏത് തെളിവുകൾ ഇല്ലാത്തതിന്റെ അഭാവത്തിന്റെ പേരിലാണ് ആളുകളെ വെറുതെ വിട്ടത്? അല്ലെ? അതിൽ പ്രോസിക്യൂഷൻ ആവശ്യമായ തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. ഇതൊക്കെ വിശദമായ ജഡ്ജ്മെന്റ് വരുമ്പോഴല്ലേ പറയാൻ പാടുള്ളൂ. ഞാനത് മുൻകൂട്ടി ഒരു ഊഹത്തിൽ അത് പറയുന്നത് ശരിയാണോ? ദിലീപിനെതിരെ ആവശ്യമായ തെളിവ് ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടോ എന്ന് വ്യക്തമായി പറയാൻ വിധിപ്പകർപ്പ് പഠിക്കണമെന്നാണ് VD സതീശൻ പറയുന്നത്. പക്ഷേ അടൂർ പ്രകാശിന് ആ വക നിർബന്ധം ഒന്നുമില്ല. വിധിപ്പകർപ്പ് കയ്യിൽ കിട്ടണമെന്ന് പോലും നിർബന്ധമില്ല. പിന്നെയല്ലേ വായിച്ചു നോക്കുന്നത്. അടൂർ പ്രകാശ് ഒരു തുക്കട കോൺഗ്രസ് നേതാവല്ല. UDFന്റെ കൺവീനറാണ്, MP ആണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MP സ്ഥാനം ഉപേക്ഷിച്ച് MLA ആയി മത്സരിക്കാൻ കോൺഗ്രസിൽ സകല അടവും പയറ്റുന്ന സ്വാധീനശേഷിയുടെ ഉടമയാണ്. UDFന് ഭൂരിപക്ഷം കിട്ടിയാൽ എങ്ങനെയും മന്ത്രിയാകാൻ ഏതടവും പ്രയോഗിക്കുന്ന രാഷ്ട്രീയ നേതാവാണ് അടൂർ പ്രകാശ്. അങ്ങനെ ഒരാളാണ് വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസിൽ പ്രതിയെ വെറുതെ വിട്ട കോടതി വിധിക്കെതിരെ അപ്പീൽ പോകാനുള്ള സർക്കാർ തീരുമാനത്തിൽ പരസ്യമായി ഈർഷ്യ പ്രകടിപ്പിക്കുന്നത്. അതിന് പറയുന്ന കാരണമോ താൻ നിരപരാധിയാണെന്ന് ദിലീപ് തന്നെ പറഞ്ഞിട്ടുണ്ടത്രേ. അദ്ദേഹം ഈ കേസ് പഠിച്ചിട്ടില്ല, വിധി കണ്ടിട്ടില്ല. പ്രോസിക്യൂഷൻ എന്താണ് വാദിച്ചതെന്നോ കോടതി എന്താണ് വിലയിരുത്തിയത് എന്നോ അദ്ദേഹത്തിന് അറിയില്ല. പരസ്യമായ അഭിപ്രായം പറയാൻ ഇതൊന്നും തനിക്ക് അറിയേണ്ട കാര്യമില്ലെന്നാണ് അടൂർ പ്രകാശിന്റെ നിലപാട്. കോടതിക്ക് മുമ്പിൽ വരുന്ന കേസുകളിൽ തെളിവുകൾ പരിശോധിച്ചാണ് കോടതി തീരുമാനമെടുക്കുന്നത്.
ആ തീരുമാനത്തോട് വിയോജിപ്പുണ്ടെങ്കിൽ പ്രോസിക്യൂഷൻ അപ്പീൽ പോകും. അതിൽ ഒരു അസ്വാഭാവികതയും UDF ചെയർമാനും പ്രതിപക്ഷ നേതാവുമായ VD സതീശൻ കാണുന്നില്ല. പക്ഷേ UDFന്റെ കൺവീനറായ അടൂർ പ്രകാശിന്റെ അഭിപ്രായം മറിച്ചാണ്. ഇനി ഒരു കാര്യം അടൂർ പ്രകാശിനോട് ചോദിക്കട്ടെ. അദ്ദേഹം വക്കീലാണല്ലോ. വിചാരണ കോടതി വിധികൾ അന്തിമമാണ് എന്ന് അടൂർ പ്രകാശ് കരുതുന്നുണ്ടോ? അദ്ദേഹത്തിന് കണ്ണൂരിലെ കാഞ്ഞിലേരി സത്യനെ അറിയാമോ? K. കരുണാകരൻ മുഖ്യമന്ത്രിയും K. സുധാകരൻ കണ്ണൂർ DCC പ്രസിഡന്റുമായിരുന്ന കാലത്ത് RSSകാർ വെട്ടിക്കൊന്ന യൂത്ത് കോൺഗ്രസ് നേതാവാണ് കാഞ്ഞിലേരി സത്യൻ. 1994 മാർച്ച് 24 നട്ടുച്ചയ്ക്ക് യാത്രാ ബസ്സിൽ നിന്ന് വലിച്ചിറക്കിയാണ് പരസ്യമായി സത്യനെ 58 വെട്ടുവെട്ടി RSSകാർ കൊലപ്പെടുത്തിയത്. ആ കേസിലെ മുഴുവൻ പ്രതികളെയും വിചാരണ കോടതി സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് വെറുതെ വിട്ടു. പിന്നാലെ വന്ന EK നായനാർ സർക്കാരാണ് ആ വിധിക്കെതിരെ അപ്പീൽ പോയത്. വിചാരണ കോടതി വിധി ഹൈക്കോടതി റദ്ദാക്കി. 1 മുതൽ 4 വരെ പ്രതികളെ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചു. ആ വിധിന്യായത്തിൽ ജസ്റ്റിസ് JB കോശി എഴുതി വെച്ച ഒരു വാചകമുണ്ട്. അത് അടൂർ പ്രകാശ് മനസ്സിരുത്തി പഠിക്കണം. It is the duty of the court to see that no innocent person is punished and at the same time real culprit should not escape on mere fanciful reasons. അടൂർ പ്രകാശിന് അർത്ഥം മനസ്സിലാകുമോ? ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് കോടതിയുടെ ചുമതലയാണ്. അതേസമയം മെനഞ്ഞുണ്ടാക്കുന്ന കാരണങ്ങളുടെ പേരിൽ ഒരു യഥാർത്ഥ കുറ്റവാളിയും രക്ഷപ്പെടരുത് എന്നും കോടതി ഉറപ്പാക്കണം. An unmerited acquittal does not good to the society. An unmerited acquittal encourages wolves in the society being on the prowl for easy prey, more so when the victims of the crime are helpless females. ന്യായീകരണങ്ങളില്ലാത്ത കുറ്റവിമുക്തമാക്കൽ സമൂഹത്തിന് നല്ലതല്ല. ആ പ്രവണത സഹായിക്കുന്നത് നിസ്സഹായരായ ഇരകളെ വേട്ടയാടുന്ന ചെന്നായ്ക്കളെയാണ്. പ്രത്യേകിച്ചും കുറ്റകൃത്യങ്ങൾക്ക് ഇരയാകുന്നത് നിസ്സഹായരായ സ്ത്രീകളാകുമ്പോൾ. ഇതൊക്കെ വിചാരണ കോടതി വിധികൾ അസാധുവാക്കിക്കൊണ്ട് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ എഴുതി വെച്ച വിധിന്യായങ്ങളിലെ എന്നും പ്രകാശിക്കുന്ന വാചകങ്ങളാണ്. വ്യാജ ആരോപണങ്ങളും കള്ളത്തെളിവുകളും ഉണ്ടാക്കി നിരപരാധികളെ കേസിൽപ്പെടുത്തുന്ന പോലീസ് സംവിധാനം പോലെ തന്നെ അപകടകരമാണ് തെറ്റായ കാരണങ്ങൾ മെനഞ്ഞുണ്ടാക്കി കൊടും കുറ്റവാളികളെ സമൂഹത്തിലേക്ക് തുറന്നുവിടുന്നതും. ഇപ്പോഴും സുപ്രീം കോടതി വിധികളിൽ അടക്കം ഉദ്ധരിക്കുന്ന ഒരു വാചകമുണ്ട്. അത് 1944 പുറപ്പെടുവിച്ച ഒരു വിധിയിലുള്ളതാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള പരമോന്നത കോടതിയുടെ നിലപാട് അതിങ്ങനെയാണ്: A judge does not preside over a criminal trial merely to see that no innocent man is punished. A judge also presides to see that a guilty man does not escape. Both are public duties. ജഡ്ജി വിചാരണ നടത്തുന്നത് നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ മാത്രമല്ല, അപരാധികൾ രക്ഷപ്പെടരുത് എന്ന് ഉറപ്പുവരുത്താനും കൂടിയാണ്. രണ്ടും പബ്ലിക് ഡ്യൂട്ടിയാണ്. ദിലീപിന്റെ കേസ് പരിഗണിച്ച വിചാരണ കോടതി ഈ ചുമതല കൃത്യമായി നിർവഹിച്ചിട്ടുണ്ടോ എന്ന് അപ്പീലിൽ പരിശോധിക്കപ്പെടും. തെളിവില്ലാത്തത് കൊണ്ടാണോ, അതോ ഉള്ള തെളിവുകൾ ശിക്ഷിക്കാൻ പര്യാപ്തമല്ലാത്തത് കൊണ്ടാണോ? ഇനി തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും ദിലീപിനെ വിട്ടയക്കാൻ ജസ്റ്റിസ് JB കോശി പറഞ്ഞതുപോലെ മെനഞ്ഞുണ്ടാക്കിയ കാരണങ്ങളാണോ കോടതി പറഞ്ഞിരിക്കുന്നത് എന്നതൊക്കെ അപ്പീലിന്മേൽ ഹൈക്കോടതിയും സുപ്രീം കോടതിയും പരിശോധിക്കും. അത് ഈ നാട്ടിലെ നിയമവ്യവസ്ഥ അനുവദിച്ചിരിക്കുന്ന ഒരു അവകാശമാണ്. അടൂർ പ്രകാശ് ആറ്റിക്കുറുക്കിയാൽ ഇത്രയേ ഉള്ളൂ മിസ്റ്റർ അടൂർ പ്രകാശ്. വിചാരണ കോടതി വിധി അന്തിമമൊന്നുമല്ല. അങ്ങനെ കരുതി തുള്ളണ്ട. നമ്മുടെ നീതിന്യായ ചരിത്രത്തിൽ എത്രയോ വട്ടം വിചാരണ കോടതി വിധികളെ അതിനിശ്ചിതമായ വിമർശനങ്ങൾ ഉന്നയിച്ച് മേൽക്കോടതികൾ തിരുത്തിയിട്ടുണ്ട്. ആ ചരിത്രത്തിൽ കോൺഗ്രസുകാർ ഓർത്തു വെക്കേണ്ട പാഠമാണ് കാഞ്ഞിലേരി സത്യൻ കേസ്. ഈ അടുത്ത കാലത്ത് തന്നെ വേറെയുമുണ്ട് ഉദാഹരണങ്ങൾ. നാദാപുരത്തെ തൂണേരി ഷിബിന്റെ കൊലയാളികളായ 6 മുസ്ലിം ലീഗ് ക്രിമിനലുകളെയും വിചാരണ കോടതി വെറുതെ വിട്ടിരുന്നു. പക്ഷെ അപ്പീൽ പരിഗണിച്ച ഹൈക്കോടതി ആ വിധി റദ്ദാക്കി. 6 പേർക്കും ജീവപര്യന്തം വിധിച്ചു. വിചാരണ കോടതി വിധി അനുകൂലമായതുകൊണ്ട് എല്ലാറ്റിനും എന്നേക്കുമായി ഫുൾ സ്റ്റോപ്പ് വീണു, ഇനി ആരെയും പേടിക്കണ്ട എന്നൊന്നും കരുതേണ്ടതില്ല. ഒരു വക്കീലാണെന്ന് അവകാശപ്പെട്ട് നടക്കുന്ന അടൂർ പ്രകാശ് മിനിമം അക്കാര്യമെങ്കിലും മനസ്സിലാക്കി പ്രതികരിക്കേണ്ടതായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തു വന്ന ശബ്ദരേഖ AI സൃഷ്ടിയായിരിക്കാം. ദിലീപിനെതിരെ വന്ന വിധിയിൽ അപ്പീൽ പോകാനുള്ള സർക്കാർ തീരുമാനം സർക്കാരിന് വേറെ പണിയില്ലാത്തത് കൊണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ വിമർശിക്കാൻ അദ്ദേഹത്തിന് എല്ലാ അവകാശങ്ങളുമുണ്ട്. അതൊക്കെ അദ്ദേഹത്തിന്റെ നിലവാരത്തെയും അന്തസ്സിനെയും നീതിബോധത്തെയും പ്രതിഫലിപ്പിക്കുന്നു, ഒരുപക്ഷെ UDFന്റെയും. പക്ഷെ ഇത്തരം ആളുകളെ രാഷ്ട്രീയ നേതൃത്വത്തിൽ ചുവന്നുകൊണ്ട് കോൺഗ്രസ് എങ്ങോട്ടാണ് പോകുന്നത് എന്നുകൂടി പൊതുസമൂഹം ചിന്തിക്കണം. അടൂർ പ്രകാശിനെ കൊണ്ട് ഈ നാടിന് എന്താണ് പ്രയോജനം? വകതിരിവോടെ സംസാരിക്കുന്നവരെ ഇതുപോലത്തെ പ്രധാന ചുമതലകൾ ഏൽപ്പിക്കാൻ എന്നാണ് കോൺഗ്രസ് നേതൃത്വം പഠിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ സാമ്പത്തിക പിന്തുണ നൽകാൻ സന്നദ്ധരായവർ 7994903388 എന്ന ഗൂഗിൾ പേ നമ്പറിൽ നിങ്ങളുടെ സംഭാവനകൾ അയക്കാൻ അഭ്യർത്ഥിക്കുന്നു.
ഒരു വീഡിയോയ്ക്ക് 10 രൂപ അല്ലെങ്കിൽ ഒരു മാസം 100 രൂപ. അതാണ് ഞങ്ങളെ സഹായിക്കാൻ സന്നദ്ധരായ പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ നിന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്ന സഹായം. നിങ്ങളുടെ സഹായം 7994903388 എന്ന ഗൂഗിൾ പേ നമ്പറിലേക്ക് അയക്കാൻ അഭ്യർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നല്ല നമസ്കാരം.